ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ അക്കൗണ്ടൻസിയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പാർട്ട്ണർഷിപ്പ് അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് അല്ലേ. പലതരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട് അല്ലേ. നമ്മൾ എന്തെങ്കിലും സോൾ പ്രൊപ്പറേഷൻഷിപ്പ്, അതായത് ഒരാൾ മാത്രം ബിസിനസ് നടത്തുന്നുണ്ട്, അവരുടെ അക്കൗണ്ടിങ് ഉണ്ട്. പാർട്ട്ണർഷിപ്പിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ കമ്പനികളുണ്ട്, ഫേംസ് ഉണ്ട്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പേഴ്സൺസിൻ്റെ അക്കൗണ്ടിങ് ഉണ്ട് അല്ലേ. അതൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, ചില കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് എങ്ങനെയായിരിക്കണം? പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ബേസിലാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് അതിനു മുന്നേ എന്താണ് പാർട്ട്ണർഷിപ്പ് നോക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് അക്കൗണ്ടിങ് മനസ്സിലാക്കാൻ പറ്റൂ. അതിന് തന്നെ എന്താണ് പാർട്ട്ണർഷിപ്പുകൾ നമുക്ക് നോക്കാം. അതിന് നമ്മളെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന ആക്ട് തന്നെ ഉണ്ട്. ഓക്കെ, അത്തരത്തിൽ ഒരു ആക്ടിന്റെ ബലത്തോടു കൂടിയാണ് പാർട്ട്ണർഷിപ്പ് നടക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ സെഷൻ 4 പ്രകാരമാണ് ഇവിടെ പാർട്ട്ണർഷിപ്പിനെ എന്ത് ചെയ്യുന്നത്, ഡെഫിനിഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഏതോ കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തത് എത്രയാണ് അവിടെ സെഷൻ, അത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ആക്ട്, അത് ഏത് വർഷം, ഈ കാര്യങ്ങൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ദെൻ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profits of a business carried on by all or any of them acting for all. അതായത് അവിടെ രണ്ടോ അതിലധികമോ അല്ലെ, അവിടെ എന്ത് ചെയ്തു, രണ്ടോ അതിലധികമോ പേഴ്സൺസ് കൂടി ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യണം, അവർക്ക് അവരുടേതായ രീതിയിൽ ബിസിനസ് നടത്താം, പക്ഷെ ഒരു എഗ്രിമെന്റിന്റെ സഹായത്തോടു കൂടി മാത്രമേ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, എന്തിനാണ് എഗ്രിമെന്റ് വെക്കുന്നത്? കാരണം രണ്ടുപേരാണ് നടത്തുന്നത്. അപ്പോൾ അവർ എന്തൊക്കെ ചെയ്യണം, കാരണം അവർക്ക് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ആലോചനകളും അതേപോലെ ബുദ്ധികളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവുമ്പോൾ ഒരേ ലക്ഷ്യത്തിലേക്കാണ് അവർക്ക് എത്തേണ്ടത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐഡിയാസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇന്നോവേഷൻസ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ ഒരുമിച്ച് കൂടി ആലോചിച്ച് വേണം അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നല്ല രീതിയിൽ നടപ്പിലാക്കണം, അവിടെ എന്തായാലും എന്ത് വേണം, ഒരു എഗ്രിമെന്റ് ആവശ്യമാണ്. എവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എഗ്രിമെന്റ് മാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അവരൊരു എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ബിസിനസ്സിന് അവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റിനാണ് അത് ഷെയർ ചെയ്യുന്നത്. ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതും ഷെയർ ചെയ്യും. ഓക്കെ, അവിടെ പ്രോഫിറ്റ് ഓർ ലോസ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ വർഷം അതേപോലെ ഏത് സെക്ഷനിൽ പെട്ടിട്ടാണുള്ള കാര്യം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ആദ്യത്തെ പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഡെഫിനേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നന്നായിട്ട് നോക്കണം. എന്താ? റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദ ആക്ടിങ് ഫോർ ഓൾ. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലുണ്ടാക്കി വെക്കണം. ഓക്കെ, ഇനി ഇവിടെ പാർട്ട്ണർഷിപ്പിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്തൊക്കെ നോക്കാം. അവിടെ ഉണ്ടാവുന്നുണ്ട് 2 or more പേഴ്സൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടെ എന്ത്, ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയാൽ അത് എന്താവില്ല, അത് പാർട്ട്ണർഷിപ്പ് ആവില്ല. അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള രീതിയിലാണ് അത് വരിക അല്ലേ. ഇവിടെ വരുന്നത് 2 or more പേഴ്സൺ ആണ്. രണ്ടോ അതിലധികമോ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിച്ചേർന്നുകൊണ്ടാണ് അവിടെ ബിസിനസ് നടത്തുന്നത്. രണ്ടോ അതിലധികമോ ആൾക്കാർ കൂടിച്ചേർന്നുകൊണ്ടാണ് അവിടെ ബിസിനസ് നടത്തുന്നത്. എങ്ങനെ നടത്തുന്നു? ഒരു എഗ്രിമെന്റിന്റെ ബലത്തിലാണ്. ഒരു എഗ്രിമെന്റിന്റെ ബലത്തിലാണ് അവിടെ എന്ത് നടത്തുന്നത്, ബിസിനസ് നടത്തുന്നത് അല്ലേ. ഒരു സർട്ടൻ എഗ്രിമെന്റിന്റെ ബലത്തിലാണ് അവിടെ ബിസിനസ് നടത്തുന്നത്. ഓക്കെ, ഇനി അവർ തമ്മിൽ എന്ത് വേണം, ഒരു മ്യൂച്വൽ ഏജൻസി വേണം അല്ലേ. അവർ തമ്മിൽ എന്തായാലും അവർ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് എന്ത് വേണം, രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ഒരു കോണ്ടാക്ട് വേണം അല്ലേ. മറ്റൊരാളെ തരം താഴ്ത്താനോ അല്ലെങ്കിൽ മറ്റൊന്നും പാടില്ല. അവിടെ സ്വസ്ഥമായിട്ട് അവർ രണ്ടുപേരും തമ്മിലൊരു മ്യൂച്വൽ ഏജൻസി അവിടെ വേണം. കൂടാതെ ഷെയറിങ് പ്രോഫിറ്റ്. അവർക്കിപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ മാത്രമായാലും മൊത്തം പ്രോഫിറ്റ് എടുക്കാതെ അവിടെ ആർക്ക് കൊടുക്കണം, പ്രോഫിറ്റ് ഉണ്ടായാൽ എയും ബിയും 2 പേരാണ് പാർട്ണറെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഒരാൾക്ക് മാത്രമാവാതെ 2 പേർക്കും അവിടെ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് 4 കാര്യം നമുക്ക് പാർട്ണർഷിപ്പിന്റെ പേരിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു കാര്യമാണ് LLP എന്ന് പറയും. LLP എന്താ? LLP എന്ന് വെച്ചാൽ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് എന്നാണ് പറയാം. ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് എന്താ LLP എന്ന് വെച്ചാൽ,
LLP is an incorporated partnership formed and registered under the Limited Liability Partnership Act 2008. 2008 LLP ആക്ട് പ്രകാരം ശ്രദ്ധിക്കണേ, 2008 LLP ആക്ട് പ്രകാരം അവിടെ ഫോം ചെയ്ത ഒരു പാർട്ണർഷിപ്പാണ് എന്ത് പറയുന്നത്, അവിടെ LLP അഥവാ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഇത് തന്നെയാണ് പ്രത്യേകത, ലിമിറ്റഡ് ലാബിലിറ്റി. അവിടെ ലാബിലിറ്റി എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ലാബിലിറ്റി അൺലിമിറ്റഡ് ഉണ്ട്, ലിമിറ്റഡ് ഉണ്ട്, നമുക്കറിയാം അല്ലേ. അൺലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ട്, ലിമിറ്റഡ് ഉണ്ട്. സോ ഇവിടെ ഏതാ വരിക, ലിമിറ്റഡ് ലാബിലിറ്റി ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമാണ് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് അഥവാ LLP. നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ LLPകൾ, ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ഓക്കെ, അവിടെ എന്താ ഉണ്ടാവുക, വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ആൻഡ് പെർപെക്ച്വൽ സസഷൻ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലാബിലിറ്റി അവിടെ അവർക്ക് ലിമിറ്റഡ് ആയിട്ടായിരിക്കും തുടരുന്നുണ്ടാവുക. അതും പാർട്ണർഷിപ്പിന്റെ മറ്റൊരു ഘടകമാണ്. ഓക്കെ, ഇനി ഈ പാർട്ണർഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നത്. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞപ്പോൾ അവിടെ എന്ത് പറഞ്ഞു, എഗ്രിമെന്റ് നമ്മൾ പറഞ്ഞു അല്ലേ. എഗ്രിമെന്റ് എന്ന് പറയും. അപ്പോൾ ആ എഗ്രിമെന്റിനാണ് നമ്മൾ എന്ത് പറയാ, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. അതായത് നമുക്ക് നോക്കാം, പാർട്ണർഷിപ്പ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് എഗ്രിമെന്റ് എമംഗ് ദ പാർട്ട്നേഴ്സ്. ദ എഗ്രിമെന്റ് ക്യാൻ ബി ഐദർ ഓറൽ ഓർ റിട്ടേൺ. ഇവിടെയാണ് ആദ്യത്തെ പോയിന്റ്. എന്താണ്, നമുക്ക് എന്ത് വേണം, പാർട്ണർഷിപ്പ് അവിടെ നിലവിൽ വരണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് വേണം, ആ രണ്ട് പാർട്ട്നേഴ്സിന്റെ ഇടയ്ക്ക് ഒരു എഗ്രിമെന്റ് വേണം അല്ലേ. രണ്ട് പാർട്ട്നേഴ്സിന്റെ ഇടയ്ക്ക് ഒരു എഗ്രിമെന്റ് വേണം. ആ എഗ്രിമെന്റ് എന്താവാം, ഒന്നുകിൽ ഓറൽ ആവാം, അല്ലെങ്കിൽ റിട്ടേൺ ആവാം. ഒന്നുകിൽ എന്താ, വാമൊഴിയോടുകൂടി പറഞ്ഞതാവാം, അല്ലെങ്കിൽ എന്താ, റിട്ടേൺ എഴുതി വെച്ചൊരു എഗ്രിമെന്റ് ആവാം. പക്ഷെ കൂടുതലും നല്ലത് ഏതാണ്, കൂടുതലും നല്ലത് റിട്ടേൺ ആണ്. ഓക്കെ, അവിടെ എന്താ, കൂടുതൽ നല്ല റിട്ടേൺ ആണ്. കാരണം എന്താ, നമുക്ക് എപ്പോഴും അത് നോക്കാനും അതേപോലെ തന്നെ അവിടെ സൈൻ ചെയ്ത് വെച്ച, ഓതറൈസ് ചെയ്ത് വെച്ച സാധനമാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് നിയമത്തിന്റെ ബലം അതിന് കിട്ടും. ഓറൽ ആകുമ്പോൾ എന്താ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ മാറ്റി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയി അല്ലേ. അപ്പോൾ ഇവിടെ റിട്ടേൺ ആണ് ഏറ്റവും നല്ലത്. ദെൻ നെക്സ്റ്റ്, ദ പാർട്ണർഷിപ്പ് ആക്ട് ഡസ് നോട്ട് റിക്വയർ ദാറ്റ് ദ എഗ്രിമെന്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. അവിടെ എന്താ, റൈറ്റിംഗ് നിർബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷേ ബെറ്റർ എന്താണ്, റൈറ്റിംഗ് തന്നെയാണ്. ഓക്കെ, ബട്ട് wherever it is in writing, the document which contains terms of the agreement is called partnership deed. അതായത് അവിടെ നമ്മൾ അത്തരത്തിൽ എഗ്രിമെന്റ് അവിടെ എഴുതുകയാണെങ്കിൽ, അങ്ങനെ റൈറ്റ് ചെയ്ത് എഴുതിയ എഗ്രിമെന്റിനാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. പാർട്ണർഷിപ്പ് ഡീഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് നോക്കാം നമുക്ക്. The deed should be properly drafted and prepared as per the provisions of the Stamp Act. നമ്മുടെ നാട്ടിലെ ഒരു ആക്ട് ആണ്, പ്രധാനപ്പെട്ട ആക്ട് ആണ് സ്റ്റാമ്പ് ആക്ട്. ആ സ്റ്റാമ്പ് ആക്ടിന്റെ പ്രൊവിഷനും മറ്റു കാര്യങ്ങളും പ്രകാരമായിരിക്കണം എന്ത്, നമ്മളെ ഡീഡ് അവിടെ പ്രോപ്പർലി ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാമ്പ് ആക്ടിന്റെ പ്രകാരമാണ്. ആൻഡ് പ്രിഫറബിളി രജിസ്റ്റേർഡ് വിത്ത് ദി രജിസ്ട്രാർ ഓഫ് ദ ഫേം. അവിടെ എന്ത് ചെയ്യണം, അത് രജിസ്റ്ററും കൂടി ചെയ്യണം. എവിടെ, രജിസ്ട്രാർ ഓഫ് ദ ഫേമിൽ അത് രജിസ്റ്റേർഡ് കൂടി ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി എന്തൊക്കെയാണ് പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്. നമ്മളറിയാം അവിടെ എന്താണ്, റിട്ടൺ ഡോക്യുമെന്റ് ആണ് അല്ലെ. അപ്പോൾ ഒരുപാട് കണ്ടന്റുകൾ അതിനുണ്ടാവും. നമ്മളതൊക്കെ എന്ത് ചെയ്യണം, എഴുതി വെക്കുകയും ചെയ്യണം. അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഒരു പാർട്ണർഷിപ്പ് ഡീഡിന്റെ റൈറ്റിംഗിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഒന്നാമതാണ്, ദ പാർട്ണർഷിപ്പ് ഡീഡ് യൂഷ്വലി കണ്ടെയ്ൻ ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. അതായത് ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. ഏതൊക്കെയാ, ഒന്നാമത് നെയിം ആൻഡ് ദ അഡ്രസ് ഓഫ് ദ ഫേം ആൻഡ് ഇറ്റ്സ് മെയിൻ ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസിന്റെ പേര്, അതിന്റെ ലൊക്കേഷൻ ചെയ്ത അഡ്രസ്സുകൾ, അത് അതായത് പ്രധാനപ്പെട്ട ഏതാണോ ബിസിനസ് ചെയ്യുന്നത് അതിന്റെ പേരും ഡീറ്റെയിൽസ് അവിടെ വേണം അല്ലെ. നമുക്കറിയാം അവിടെ ABC ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ എന്താ BSB ലിമിറ്റഡ് എന്നോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരും അവിടെ വേണം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നെയിം അഡ്രസ് അവിടെ പ്രോപ്പർ ആയിട്ട് വേണം. അടുത്ത ഏതാണ് വേണ്ടത്, അടുത്ത വേണ്ട നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. അതായത് നമുക്ക് ചിലപ്പോൾ 2 പാർട്ട്നേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 5 പാർട്ട്നേഴ്സ് ആയിരിക്കും. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരുടെ മൊത്തം എന്ത് വേണം, പ്രോപ്പർലി ഫുള്ളായിട്ടുള്ള അഡ്രസ്സ് നിർബന്ധമായിട്ടും വേണം. അവരുടെ മൊത്തം അഡ്രസ്സ് അവിടെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി അടുത്ത എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ. അത് മാത്രം പോരാ, ഇവിടെ എന്ത് വേണം, അവിടെ പാർട്ട്നേഴ്സ് ഈ ഫേമിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് സ്പെസിഫിക് ആയിട്ട് അവിടെ വേണം. ഓക്കെ, നെക്സ്റ്റ് ദ അക്കൗണ്ടിങ് പീരീഡ് ഓഫ് ദ ഫേം. സാധാരണഗതിയിൽ നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് നമുക്കറിയാലോ, എപ്പോഴും മുതലാണ്, ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണെന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ ചില ഫേമിൽ ചിലപ്പോൾ ജനുവരി ടു ഡിസംബർ എടുക്കുന്ന ഫേം ഉണ്ടായേക്കാം. പക്ഷെ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സ്പെസിഫിക് ആയിട്ട് അക്കൗണ്ടിങ് പീരീഡ് അവിടെ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, ദെൻ ദ ഡേറ്റ് ഓഫ്
കമൻസ്മെന്റ് ഓഫ് പാർട്ണർഷിപ്പ്, എപ്പോഴാണോ പാർട്ണർഷിപ്പ് അവിടെ കമൻസ്മെന്റ് ചെയ്തത് ആ ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. ദെൻ റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേറ്റിംഗ് ദ ബാങ്ക് അക്കൗണ്ട്, അതായത് നമുക്കറിയാം അവിടെ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തായിരിക്കും ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കും അല്ലേ, ചിലപ്പോൾ ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് എടുക്കുക. ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ എന്തായിരിക്കാം ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെ വരണം? ഇപ്പോൾ ചെക്ക് ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ATM കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഓപ്പറേഷൻസ് ആര് നിർവഹിക്കണം? ചിലപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ടായേക്കാം. 2 പാർട്ട്നേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ ഇവിടെയും മറ്റൊരാൾ പുറത്തുവാണെങ്കിൽ ആര് ഈ കാര്യങ്ങളൊക്കെ നോക്കണം? അങ്ങനെയൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, അതായത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. നെക്സ്റ്റ് തിങ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, അതായത് അവിടെ ഈ പാർട്ണർഷിപ്പിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുവരും? ക്യാപിറ്റൽ കൊണ്ടുവരും. ചില സമയത്ത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കാം? തുല്യമായിരിക്കാം, അതായത് 1:1 റേഷ്യോയിലായിരിക്കാം. അല്ലെങ്കിൽ മറ്റു ചില സമയത്തോ എങ്ങനെയാണോ അവരിവിടെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്, ചിലപ്പോൾ എന്ത് ചെയ്യും? 100% നമ്മൾ നോക്കും, 100% നമ്മൾ ഒന്നായിട്ട് വരാം. അതിൽ A എന്നും B എന്നും 2 പാർട്ട്നേഴ്സ് ഉണ്ട്, A എന്നും B എന്നും 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ A എന്ന പാർട്ട്ണർ ചിലപ്പോൾ 60% ക്യാപിറ്റൽ കൊണ്ടുവന്നു, B എന്ന പാർട്ട്ണർ 40% കൊണ്ടുവന്നുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ അവർ തീരുമാനിച്ചു എന്ത്? അവർക്ക് 1:1 വേണ്ട, ഇവിടെ കൊണ്ടുവന്ന എത്രയാണോ ക്യാപിറ്റൽ അനുബന്ധമായിട്ട് മാത്രം മതി അവരുടെ പ്രോഫിറ്റ് എന്ന് തീരുമാനിക്കുകയാണ്. സോ അവിടെ അവർക്ക് എന്ത് ചെയ്യാം? അവർ കൊണ്ടുവന്ന പ്രോഫിറ്റ് പ്രകാരം അവർക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ പറയുന്നത്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലോൺ ഡ്രോയിങ്സ്, അതായത് നമ്മളെ ക്യാപിറ്റൽ ലോൺ ഡ്രോയിങ്സ് അതിൻ്റെ മുകളിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് പ്രോഫിറ്റ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതണം. ദെൻ മോഡ് ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻമെന്റ് ഇഫ് എനി, അതായത് നമുക്ക് ഓഡിറ്റർ ആവശ്യമാണെങ്കിൽ, നമ്മളെ കമ്പനിയൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റർ ആവശ്യമാണെങ്കിൽ അത് എങ്ങനെയാണ് അപ്പോയിൻമെന്റ് ചെയ്യേണ്ടത്? അത് അപ്പോയിൻമെന്റ് ചെയ്യണം, അതായത് കമ്പനിയിൽ ഒരു ഓഡിറ്റർ നിർബന്ധമായിട്ടും വേണോ, അല്ലെങ്കിൽ എന്താണ് മറ്റൊരു എക്സ്റ്റേണൽ പേഴ്സണെ കൊണ്ടുവന്ന് ഓഡിറ്റിംഗ് നടത്താണോ, ഏതാണ് വേണ്ടതെന്നുള്ള കാര്യം അവിടെ അതാണ് മോഡ് ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് നമ്മളവിടെ കൊടുക്കണം. ഓക്കെ, അടുത്തത് അതായത് സാലറീസ് കമ്മീഷൻ എക്സ്ട്രാ ഇഫ് പേബിൾ ടു എനി പാർട്ട്ണർ, അതായത് നമുക്കറിയാം ചില പാർട്ട്നേഴ്സ് തന്നെ അവിടെ ജോലി കൂടെ നോക്കുന്നുണ്ടാവും. എങ്ങനെ ജോലി നോക്കുന്നുണ്ടാവും? ചിലപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മാനേജർ തസ്തികയിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും, അങ്ങനെ ഏതെങ്കിലും ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെയാണ് അവർക്ക് എന്ത് കൊടുക്കണം? മന്ത്ലി ഒരു സാലറി കൊടുക്കണം. അപ്പം അങ്ങനെ പാർട്ട്നേഴ്സിന് ഒന്നുകിൽ സാലറിയോ അല്ലെങ്കിൽ കമ്മീഷനോ ഏതെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എന്ത് എഴുതണം? അവിടെ എഴുതി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ദ റൈറ്റ് ഡ്യൂട്ടീസ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ഈച്ച് പാർട്ട്ണർ, ഓരോരോ പാർട്ട്നേഴ്സിൻ്റെയും എന്തൊക്കെ റൈറ്റ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, അവരുടെ ലാബിലിറ്റി എത്രയാണ് എന്നും കൂടെ നമ്മൾ അവിടെ സ്പെസിഫിക് ആയിട്ട് എഴുതണം. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് ലോസ് അറൈസിങ് ഔട്ട് ഓഫ് ഇൻസോൾവൻസി ഓഫ് 1 or more പാർട്ട്നേഴ്സ്, അതായത് അവിടെ ഒന്നോ അതിലധികമോ പാർട്ട്നേഴ്സ് അവിടെ ഇൻസോൾവെന്റ് ആയി പോവുകയാണെങ്കിലും അന്നേരം നമ്മൾ എങ്ങനെയാണ് അവിടെ ലോസ് ട്രീറ്റ് ചെയ്യേണ്ടത്? അതായത് ഭാവിയിലെ കാര്യം കൂടി അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഇൻസോൾവെന്റ് ആയി പോവുകയാണെങ്കിൽ ആ സമയത്ത് എങ്ങനെയാണ് അവിടെ അക്കൗണ്ട്സ് ലോസ് എങ്ങനെയാണ് അവിടെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള സ്പെസിഫിക് ആയിട്ട് അവിടെ കൊടുക്കണം. ഇനി അത് മാത്രമല്ല, എങ്ങനെയാണോ കമ്പനി ഇപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞു എന്താണ് കമ്പനി അടച്ചു പൂട്ടാൻ വേണ്ടി പോവാണ്, ഡിസൊല്യൂഷൻ ചെയ്യാണ് ഫേം. അങ്ങനെ ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെയൊക്കെയാണ് പാർട്ട്നേഴ്സും മറ്റു ആൾക്കാരെയൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതെന്നും കൂടി അവിടെ എഴുതണം. അതാണ് ഈ പോയിന്റ് പറയുന്നത്, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ. അതായത് കമ്പനി ഡിസൊല്യൂഷൻ ചെയ്യാണ്, ആ സമയത്ത് പാർട്ട്നേഴ്സിനെ എങ്ങനെയൊക്കെ അവിടെ സെറ്റിൽമെന്റ് ചെയ്യണം എന്നും കൂടി അവിടെ ഡീറ്റെയിൽ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ റൂൾസ് ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ഓഫ് പാർട്ട്ണർ. അതായത് ചില സമയത്ത് നമ്മളറിയാം പാർട്ട്ണർഷിപ്പ് തന്നെ ചില സമയത്ത് എന്തുണ്ടാവും? പുതിയൊരു പാർട്ട്ണറെ എടുക്കുന്നുണ്ടാവും, അല്ലെ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ എന്ത് ചെയ്യുന്നുണ്ടാവും? മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകൾ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഏതൊക്കെ തരത്തിലുള്ള റൂൾസ് ആണ് അവിടെ ഈ 3 കേസിലും പാലിക്കേണ്ടതെന്നും കൂടി നമ്മൾ അവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യണം. ദെൻ അടുത്തത് എന്താണ്? any other matter related to the conduct of business. Normally, the partnership deed cover all matters affecting relationship of partners amongst themselves. Then, however, if there is no express agreement on certain matter, the provision of the Indian Partnership Act 1932 shall apply. അതായത് നമ്മൾ ഏതാണ്ട് എല്ലാ ഏരിയയിലും അവിടെ എന്ത് കവർ ചെയ്യുന്നുണ്ട്? പാർട്ണർഷിപ്പ് ഡീഡ് അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഏരിയയിൽ കവർ ചെയ്യാത്തുണ്ടെങ്കിൽ
അങ്ങനെ കവർ ചെയ്യാത്ത ഏരിയയുമായിട്ട് വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ കാര്യങ്ങൾ വന്നാൽ 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമായിരിക്കും അവിടെ എന്ത് ചെയ്യുക, അവിടെ അതിന് തീരുമാനം കൽപ്പിക്കുക എന്നാണ് പറയുന്നത്. അതും കൂടി അവിടെ കൊടുക്കണം. കാരണം എന്താ, നമുക്ക് ഇതൊന്നും ഇല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അന്നേരം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ അവിടെയും കൂടി കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ആ സമയത്ത് അവിടെ എന്താ നോക്കണത്, 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് കൂടെ നോക്കിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുക, ഡിസിഷൻസ് മേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രീതിയിലുള്ള എന്ത് പറയുന്നുള്ളത്, നമ്മളെ പാർട്ണർഷിപ്പ് ഡീഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത്. ഓക്കെ, നമുക്കറിയാം CSEBിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് വൈകിയാണ് എത്തിയത് അല്ലേ. അപ്പോൾ എക്സാം കൂടുതൽ വേഗത്തിലുണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. ഇത്തവണ നമുക്ക് 264 ഒഴിവുകളാണ് ഉള്ളത്. ഈ ഒഴിവിലേക്ക് നിങ്ങൾക്കും ഒരാളായി തീരണ്ടേ. പുതുവർഷത്തിൽ ഇത്തരത്തിൽ സഹകരണ ബാങ്കിലൊരു ജോലി എന്ന സ്വപ്നം നിങ്ങൾക്കൊക്കെ പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇത്തവണ നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ബാച്ചുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കുകൾ. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരും. അപ്പോൾ അതുവരെ ബൈ.